ഹലോ. അപ്പോൾ കഴിഞ്ഞ ഹോം ടൂറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഒരുപാട് കമൻസും ലൈക്സും എന്താ പറയുക വ്യൂസും കിട്ടി. ഒരുപാട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും അത്യാവശ്യം ഒരുപാട് പേരിലേക്ക് എത്തിയായിരുന്നു. സോ അതിന് ലൈക്ക് ചെയ്യാനും കാണാനും കമൻറ്റ് ഇടാനും നമുക്ക് എന്താ പറയുക ഒരു ടൈം കണ്ടെത്തിയതിന് ഒരുപാട് താങ്ക് യു എവരിവൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മേക്കപ്പ് സ്റ്റൂൾ ഫ്രം വെയർ? മേക്കപ്പ് സ്റ്റൂള് നമ്മൾ പർച്ചേസ് ചെയ്തത് ലുലു കണക്ട് എന്നാണ്. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. വലിയ കോസ്റ്റ്ലി അല്ല കേട്ടോ, ഭയങ്കര റീസണബിൾ. 1500 ആ റേഞ്ചിലാണ്. ഞങ്ങള് ഒരുപാട് അന്വേഷിച്ച് നടന്നപ്പോഴൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു ഈ സ്റ്റൂള് വന്നിട്ട്. പക്ഷെ അവിടെ അത്യാവശ്യം റീസണബിൾ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? ശരിക്കും നമ്മളുടെ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഇൻക്ലൂഡിങ് കാർ പോർച്ച് വരുമ്പോൾ 3150 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതിൽ താഴത്തെ ഫ്ലോറിൽ നമുക്കൊരു 1900 സംതിങ്ങും ബാക്കി മുകളിലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എത്ര സെന്റ് ലാൻഡ് ആണ്? ടോട്ടൽ ലാൻഡ് ഏരിയ വരുന്നത് 14 സെന്റ് ആണ്. 14 cents ആണ്. യെസ്. Second question, how much does your kitchen cost? Very nice video. കിച്ചൺ മാത്രം ഇപ്പോൾ ഈ ഹോബും ചിമ്മിനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴികെ നമുക്കൊരു 4.5 lakhs അടുത്ത് വന്നിട്ടുണ്ട്. കിച്ചൺ മാത്രം. പിന്നെ അതിൽ നമുക്ക് ഇന്റീരിയറിന്റെ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കബേർഡ്സും ടൈലും എല്ലാം ഹുഡ് ആൻഡ് ഹോബ് എല്ലാം ഉൾപ്പെടെ എത്ര വന്നു? ഹുഡ് ആൻഡ് ഹോബിന് വരുമ്പോ ഏകദേശം ഒരു 80,000 അടുത്ത് വന്നിട്ടുണ്ട്. രണ്ടും ചേർത്ത് കിച്ചൺ മൊത്തം ഒരു 6 lakhs. കിച്ചൺ മൊത്തം ഒരു പിന്നെ വാഷ് ബേസിൻ ഉണ്ട്, അതില് ഒരു 6 lakhs അടുത്ത് കിച്ചൺ മാത്രം വന്നിട്ടുണ്ട്. സത്യത്തിൽ വേണ്ടാത്ത സാധനങ്ങൾ എന്തിനാ സൂക്ഷിച്ച് വെക്കുന്നേ? സോറി കേട്ടോ, ആക്ച്വലി വേണ്ടാത്ത സാധനങ്ങളെന്ന് കാഷ്വലി അങ്ങനെ പറഞ്ഞു പോയതാണ്. വേണ്ടാത്ത സാധനങ്ങളല്ല, നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങൾ വെക്കുന്നതാണ്. അങ്ങനെ പറയാൻ പറ്റും. എപ്പോഴും നമ്മളങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളെന്ന് പറയില്ല. അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളെന്ന് പറഞ്ഞു പോയതാണ്. ശരിക്കും എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ കുറെ ടൈൽസ് അതെ, കുറെ സാധനങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഹൗസ് വാമിങ്ങിനൊക്കെ വരുമ്പോൾ ഒത്തിരി ആൾക്കാർ ഓരോ സാധനങ്ങൾ തരും. നമുക്ക് അങ്ങനെ എല്ലാം ഒന്ന് നമ്മുടെ ക്രോക്കറി ഷെൽഫിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലത്ത് അത് യൂസ് ചെയ്തു. അവിടെ ഞങ്ങൾ അത് വെച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൗ സൂപ്പർ, വിച്ച് ബ്രാൻഡ് ആർ യു യൂസിങ് ഫോർ സ്ലൈഡിംഗ് ഡോർസ്? സ്ലൈഡിംഗ് ഡോറ് ഞങ്ങൾ വൈറ്റിലേല് ഡോർഫെൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ സ്ലൈഡിംഗ് ഡോർ എല്ലാം പർച്ചേസ് ചെയ്തത്. അത് അവര് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. യൂണിറ്റ് ഉണ്ട് ഇവിടെ കളമശ്ശേരിയിൽ. അവിടെ നിന്നാണ് അവർ ചെയ്തു വരുന്നത്. ഇത് വൈറ്റിലേല് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ മെക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ബൈപ്പാസിൽ മെക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ഒരു ഷോപ്പില്ലേ, അതിന്റെ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഡോർഫിന്റെ ഷോപ്പ് വരുന്നത്. ആർക്കിടെക്ട് ആൻഡ് ഇന്റീരിയർ ഫേം ഏതാണ്? സോ ഇതാണ് മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതിപ്പോ മാത്രല്ല, വീട് വെച്ചപ്പോൾ തുടങ്ങി ചോദിക്കുന്നതാണ്, ആരാണ് ആർക്കിടെക്ട്, ആരാണ് ഇന്റീരിയർ ചെയ്തത്. സോ ആർക്കിടെക്ട് വന്നിട്ട് മെക്ടെറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമാണ് ആർക്കിടെക്ട്. പിന്നെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് റിയൽ ഇമേജ് എന്ന് പറഞ്ഞവരാണ്. സോ ആർക്കിടെക്ട് തന്നെ നമ്മൾക്ക് റെഫറൻസ് തന്നിട്ട് അങ്ങനെയാണ് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തത്. മെക്ടെറയുടെ ഓഫീസ് വരുന്നത് കാക്കനാടാണ്. പിന്നെ റിയൽ ഇമേജ് കാലടിയിലാണ് ഓഫീസ് വരുന്നത്. ആക്ച്വലി ഇന്റീരിയർ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ
നമ്മൾ ഒരുപാട് പേര് കോട്ടും എൻക്വയറി ഒക്കെ ചെയ്തതാണ്. പക്ഷെ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങണത് കിട്ടിയില്ലായിരുന്നു. ബഡ്ജറ്റിൽ ഒതുങ്ങണതും ഏറ്റവും ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഒരു ഇന്റീരിയർ ടീമിനെ ഞങ്ങൾക്ക് റിയൽ ഇമേജിലൂടെ ഞങ്ങൾക്ക് കിട്ടി. എന്താ പറയുക, ഈ ഒരു ജേർണിയിൽ മനസ്സിലായ ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. അത് ആർക്കിടെക്റ്റ് ആണെങ്കിലും ഇൻറ്റീരിയർ ടീമാണെങ്കിലും ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ടീമിൻ്റെ അടുത്തായിരുന്നു ഏറ്റവും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും എന്താ പറയുക, വളരെ സ്നേഹത്തോടും വളരെ പ്രോംപ്റ്റോടും കൂടെയാണ് ഇൻറ്റീരിയർ ടീം ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നത്. സോ അത് പ്രത്യേകം എടുത്ത് പറയണം, അല്ലെങ്കിൽ എനിക്കൊരു വിഷമം. സോ അടുത്ത ക്വസ്റ്റ്യൻ. Hi Alka, beautiful house, loved it. Would you mind sharing a few details like your architect and interior designer details, plus how much land and house square feet? Is your courtyard and landscape design done separately by landscape designers or was it done by the architect itself? അത് ശരിക്കും ഇറ്റ് വാസ് ഡൺ ബൈ ആർക്കിടെക്ട് ഇറ്റ് സെൽഫ്, നോട്ട് ബൈ എനി ലാൻഡ്സ്കേപ്പ് ഡിസൈനേഴ്സ്. വി ഹാഡ് ഓൺലി ആർക്കിടെക്ട് ഫോർ ഡിസൈനിങ് അവർ ഹോം. ആർക്കിടെക്റ്റിന്റെ ഒരു സ്കോപ്പ് പറഞ്ഞ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ വരച്ചു തരും. അതിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മുടെ കോമ്പൗണ്ട് വാൾ വരെ അവർ ഫുള്ളി നമുക്ക് ഡ്രോയിങ് തരും. അത് നമ്മൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. ഇല്ല മാറ്റണം എന്നുണ്ടെങ്കിലും അവര് മാറ്റി വരച്ചു തരും. പക്ഷെ ഞങ്ങൾക്ക് മാറ്റാനുണ്ട്. അവര് വരയ്ക്കണതെല്ലാം നമ്മളുടെ ഒരു മനസ്സിലുള്ള നമ്മളെന്ത് എന്താ പറയാ ആണ് ആഗ്രഹം പറഞ്ഞത് അത് ഡിറ്റോ ആയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിട്ടോ. ചിലവർക്ക് മാറ്റേണ്ടിയൊക്കെ വരും, അവരുടെ ഇഷ്ടത്തിന് മാറ്റേണ്ടി വരും, അവർ മാറ്റി തരും. പക്ഷെ ഞങ്ങൾക്ക് പുറത്തെ ഒരു കാര്യത്തിലും മാറ്റം ഉണ്ടായില്ല. അകത്ത് മാത്രം ഒരു ഇത്തിരി, അതും ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല, ഒരു 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതാണ്. അപ്പം എന്താ ആർക്കിടെക്റ്റ് തന്നെയാണ് ലാൻഡ്സ്കേപ്പിനും ഡിസൈൻ ചെയ്തത്. ലിവിങ് റൂം വാൾ എന്താണ്? പ്ലീസ് റിപ്ലൈ. ലിവിങ് റൂം ആക്ച്വലി 2 ലിവിങ് റൂമുണ്ട്. അതിൽ വാൾ എന്താണെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. പക്ഷെ ഈ ഒരു എന്താ പറയുക ടെക്സ്ചേർഡ് വാൾ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് സിമെന്റ് ടെക്സ്ചർ വരുന്ന ഒരു വാൾപേപ്പറാണ്. അതും ആർക്കിടെക്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തന്നതാണ്, സജസ്റ്റ് ചെയ്ത വാൾപേപ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിച്ചൺ കബോർഡ് വർക്ക് ചെയ്ത ടീമിന്റെ നമ്പർ തരുമോ? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ഇമേജ് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്. നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഗ്രൗണ്ട് ഫ്ലോർ എത്രയാ സ്ക്വയർ ഫീറ്റ്? ഗ്രൗണ്ട് ഫ്ലോർ വരാൻ നേരത്തിൽ 1900 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡ്രോയിങ് റൂം ഉണ്ട്, പിന്നെ ലിവിങ് ഡൈനിങ്, കിച്ചൺ, 2 ബെഡ്റൂം, പിന്നെ ഒരു വർക്ക് ഏരിയ, പിന്നെ കാർ പോർച്ച് വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൈനിങ് ഹാൾ യൂസ് ചെയ്ത ടൈൽ ഏതാണ്? ഡൈനിങ് ഹാളിൽ യൂസ് ചെയ്ത ടൈൽ എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് ഡൈനിങ് മൊത്തത്തില് ബെഡ്റൂംസ്, പിന്നെ അത്രയും നമ്മൾ ചെയ്തിരിക്കുന്നത് സിംപോളോന്റെ ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സിംപോളോന്റെ ടൈലാണ്. എന്തെങ്കിലും സ്പെസിഫിക് പേരുണ്ടോ അതിന്? കറക്റ്റ് ഓർക്കണില്ല. കറക്റ്റ് ഓർമ്മയില്ല. സിംപോളോയുടെ ടൈലാണ്. എന്തോ കാർവിംഗ് സീരീസ് ആണ്. അതെനിക്ക് ഓർമ്മയുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേട്ടത് പേര്. കാർവിംഗ് സീരീസിൽ വരുന്ന മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷ് എന്തോ ടൈലാണ് ഗൈസ്. അതിൽ നമുക്ക് എന്താ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മാറ്റ് ആയതുകൊണ്ട് തന്നെ ഈ കാർവിംഗ് ഇതും കൂടി വരുമ്പോ നമുക്ക് മേളിൽ നിന്ന് ലൈറ്റ് ഒക്കെ അടിക്കാൻ നേരത്ത് എങ്ങനെ തിളങ്ങും ഈ ടൈലിന്റെ. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോ ചോദിക്കണത് ഇവിടെ വെള്ളം വീണ് കിടക്കണ്ടോ എന്നാണ് അവർ ചോദിക്കാറ്. ഞാനും ഓർക്കും വെള്ളം എന്താ. പിന്നെ മനസ്സിലായത് ഇവര് ഈ റിഫ്ലക്ഷൻ അടിക്കണത് പെട്ടെന്ന് വെള്ളം കിടക്കുന്ന പോലെ തോന്നും. അത് അവര് ചോദിക്കണ വെള്ളം വീണ് കിടപ്പുണ്ടോ. Next question. Nice ambience, but how about its privacy and security aspects? പ്രൈവസി ശരിയാണ്. ഈ ഗ്ലാസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കാൻ നേരത്ത്
ആൾക്കാർക്ക് എന്താ പറയാ ഈ ഡൗട്ട്സ് ഉണ്ടാവും, എന്തെങ്കിലും ഇപ്പോൾ സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്കും അങ്ങനെ ഒരു ഇനീഷ്യലി ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് എല്ലാം ഇങ്ങനെ കണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത്രയും ഗ്ലാസ് വിൻഡോസ് ഡോർസ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു വേണോന്ന്. ബിക്കോസ് മെയിൻ റോഡാണ്, അപ്പോൾ വേണോ വേണ്ടിയോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഗ്ലാസ് വെച്ചാൽ എന്തൊക്കെ എന്താ പറയുക, അതങ്ങനെ പൊട്ടിക്കാൻ പറ്റും, എങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ, പൊട്ടിക്കാൻ പറ്റാത്ത ഗ്ലാസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടാണ് ഫൈനലി വെക്കാം എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിയത്. ആ രീതിയിലുള്ള കുറച്ച് അങ്ങനെയുള്ള ഗ്ലാസ് ആണ് ഈ ലിവിംഗ് ഡൈനിങ്ങിലെല്ലാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ക്വാളിറ്റി വെക്കണം കേട്ടോ, എന്നാലാണ് എന്താ പറയാ നമുക്ക് വിശ്വസിച്ച് കിടക്കാൻ പറ്റുള്ളൂ. കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും നമുക്ക് ആ ഒരു ഭംഗിയും പിന്നെ സെക്യൂരിറ്റിയും എല്ലാം കൂടി കിട്ടാനായിട്ട് ഞങ്ങൾ കുറച്ച് കോംപ്രമൈസ് ചെയ്തു. എന്നാലാണ് ആ ഒരു ലുക്കും കിട്ടുള്ളൂ. അവിടെ മതില് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കിട്ടിയ ഒരു ലുക്ക്, ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടില്ല. പിന്നെ പണ്ട് തുടങ്ങി വീട് പണിയാൻ നേരത്ത് ഗ്ലാസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പ്രൈവസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി പ്രൈവസിയുടെ പ്രശ്നം എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ആകെ ഒരു എന്താ പറയാ, ഈ ഒരു റൂമിലാണ് കേർട്ടൻസ് ഇല്ലാത്തത്, ഡ്രോയിങ് റൂമിലാണ് കേർട്ടൻസ് ഇല്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ഇരിക്കാറേ ഇല്ല. ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കാറില്ല. ഇരിക്കുകയാണെങ്കിലും അങ്ങനെ പ്രൈവസിയുടെ ഇഷ്യൂ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്താ പറയാ, ആരെങ്കിലും നോക്കുക അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ബാക്കി എല്ലാ വലിയ ഡോർസ് വിൻഡോസിലൊക്കെ കേർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രൈവസി ഇഷ്യൂ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾ ചിലപ്പോ വീഡിയോ അല്ലേ കണ്ടേക്കണം, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ വന്ന് ആ ഒരു ഫീൽ ചെയ്താൽ മാത്രം അത് എക്സാക്ട് എന്താന്ന് മനസ്സിലാവും. എങ്ങനെയാന്ന് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾക്ക് പേഴ്സണലി പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. നൈസ് ഹോം, വാട്ട് ഈസ് ദ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഓൾറെഡി പറഞ്ഞു. റൂഫിംഗ് എന്താ ചെയ്തിരിക്കുന്നത്? റൂഫിംഗ് നമ്മളിപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് അത് മറ്റേ എന്തായാലും അതിന്റെ പേരെന്താ, സെറാമിക് ടൈൽസ് ആണ് ചെയ്തേക്കുന്നത്. എല്ലാം കൂടി മറന്നു. എനിക്ക് എന്നാ അറിയില്ലെന്ന് വിചാരിച്ചാൽ സോനനെ പിടിച്ചിരുത്തിയത്. അതിൽ നമുക്ക് സെറാമിക് ടൈലാണ്. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ പഴയ വീടുകളിൽ, നമ്മുടെ കേരള പഴയ വീടുകളിലൊക്കെ ആ ഒരു ഓട് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് വളരെ കുറവാണ്. ആ ഓടിന്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താ പറയാ, സാധാരണ ഓട് ഇടാനാണ്. മിക്ക വീടുകളിലും കാണാറില്ലേ സാധാരണ ഓട്, അത് ഇടാന്നാ പറഞ്ഞത്. പക്ഷെ അതെന്തോ പായലിന്റെ പ്രശ്നം. അതെ, മഴ പെയ്യാൻ നേരത്ത് 2-3 റെയിനി സീസൺ കഴിയാൻ നേരത്ത് ഇതിൽ പായൽ പിടിക്കും. പിന്നെ അത് നമ്മള് പക്ഷെ കോസ്റ്റ് കുറവാണ്, കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ഓട് വെച്ചാൽ അത് സെറാമിക് ഓട് വരുമ്പോ ഒരു ഓടിനൊക്കെ 120 റുപ്പീസ് ഒക്കെ വരണേ. പക്ഷെ സാധാരണ ഓട് വളരെ കുറവാണ് റേറ്റ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് വരും. സെറാമിക് ഓട് നമ്മള് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറെ നാളത്തേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടാവും. പായലൊന്നും പിടിക്കില്ല. ശരിയാണ്. ഇപ്പൊ ഇത്രയും മഴ പെയ്തിട്ട് നനങ്ങിയിട്ടില്ല. ഒന്ന് മഴ പെയ്ത് പൊടി വരും, ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി വരും. പക്ഷെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലുക്ക് ഇല്ല. അറിയില്ല, കുറച്ച് നാളായതുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ ഇത്രയും ഒരു മഴ പെയ്തിട്ട് നനങ്ങിയിട്ടില്ല. പിന്നെ അത് പൊട്ടിപ്പോവില്ല. ഇപ്പൊ നമ്മൾ ആൾക്കാർ കയറി അതിന്റെ മുകളിൽ കൂടിയൊക്കെ നടന്നിട്ടുണ്ട് ഈ പെയിന്റിങ് ചെയ്യാൻ നേരത്തൊക്കെ. അത് പൊട്ടലൊന്നും പറ്റില്ല. അങ്ങനെ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും പക്ഷെ ക്വാളിറ്റി ലാസ്റ്റിംഗ് ആണ്. അതിന്റെ പുറത്ത് ഇനി പണിയേണ്ട ആവശ്യമില്ല. അതെ. കള്ളന്മാർക്ക് കയറാൻ എളുപ്പമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് കള്ളന്മാർക്ക് ഇപ്പൊ ഗ്ലാസ് വീട്ടിൽ തന്നെ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം പൊട്ടിക്കണമെങ്കിൽ നല്ല പാടുണ്ട്. അത് അങ്ങനെയൊന്നും അടിച്ചാൽ പൊട്ടണ ഗ്ലാസ് അല്ല. പൊട്ടും, പക്ഷെ അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ആ ഗ്ലാസ് പൊട്ടി താഴത്തേക്ക് അടർന്ന് വീഴില്ല. പിന്നെ കള്ളന്മാർക്ക് കയറാന്നുണ്ടെങ്കിൽ അവരെന്തായാലും കയറും. ഇപ്പോ ഇതൊക്കെ ഒരു ചെറിയ വീടല്ലേ, ഇപ്പൊ ബാങ്ക് വരെ കൊള്ളടിക്കണ കള്ളന്മാരുണ്ട്. അപ്പൊ പിന്നെ ഏതെങ്കിലും കള്ളൻ
ഇവിടെ കയറിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ പ്രയോജനം ഇപ്പൊ കേറിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ കള്ളന്മാർ കേറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 3-5 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. Nice exterior and interior work, nice colors, good job, congratulations. If common bathroom and carport also important for every modern house, common bathroom that is better for our visitors and carport also good for all weather, especially raining season. Thank you, all the best. എനിക്ക് തോന്നുന്നു ഉദ്ദേശിച്ചത് കോമൺ ബാത്റൂം വേണമായിരുന്നു. പിന്നെ കാർ പോർച്ച് നല്ലതാണ്, പഴയതാണെങ്കിലും നമുക്ക് ഗേറ്റ് നിർത്തി കയറി വരാൻ പറ്റുന്ന രീതിയിലാണ്. കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മഴ നനയാതെ തന്നെ അകത്തേക്ക് കയറാൻ പറ്റും എന്നാണ് ഉദ്ദേശം തോന്നുന്നു. കോമൺ ബാത്റൂമിനെ പറ്റി എന്താ പറയണ്ടേ? കോമൺ ബാത്റൂം നമ്മള് മെയിനായിട്ട് കോസ്റ്റാണ് അതിൽ നമ്മൾ നോക്കിയത്. ഇപ്പോ ഒരു ടോയ്ലറ്റ് വരാൻ നേരത്ത് പറയുമ്പോ ഒരു ടോയ്ലറ്റ് ആണ്, പക്ഷെ അതില് നമുക്ക് കുറെ സ്ക്വയർ ഫീറ്റ് വരും. പിന്നെ അതിന്റെ സ്പേസിന്റെ ആ ഒരു അതിനുള്ളിൽ വെക്കണ ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈലിങ്, നമ്മുടെ ബഡ്ജറ്റിനെ കാട്ടിലും ഫാർ ആയിരുന്നു നമ്മൾ ഈ വീട്. സോ എന്താ പറയാ, എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നായിരുന്നു. പ്ലീസ് ഡു എ വീഡിയോ ഓൺ ഫുഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, എൻ്റെ വീടിൻ്റെ സൈഡിലാണെങ്കിൽ ആൾക്കാർ വന്ന് വേസ്റ്റ് എടുത്തിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ് ഫുഡ് വേസ്റ്റ് കളയാനായിട്ട്. സോ ഞങ്ങൾ ആദ്യം തന്നെ ഒരു എന്താ പറയുക ആൾക്കാരെ ഏൽപ്പിച്ചായിരുന്നു. ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടാങ്ക് പോലെ അല്ലേ, ടാങ്ക് പോലെ സെറ്റപ്പ്. അതിൽ നമുക്ക് എല്ലാ വേസ്റ്റും ഇടാം. അത് ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ് വേസ്റ്റ് ടെക്നോളജിയാണ് കേട്ടോ. അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് വേസ്റ്റ് ആവണ എല്ലാ സാധനങ്ങളും നമ്മളൊരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം രാത്രി എടുത്തിട്ട് ഈ എന്താ പറയാ, ഫുഡ് വേസ്റ്റിന്റെ ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു മോഡലിലാണ് അതിരിക്കുന്നത്. അതിൽ നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ആ സെയിം അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന്റെ അകത്ത് എന്താ പറയാ, കുറച്ച് പ്രോസസ്സിങ് ചെയ്തിട്ട് ആ ഒരു അതിന്റെ അകത്ത് കുറച്ച് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യണ ആൾക്കാരുണ്ട്. അവരത് പ്രോസസ്സ് ചെയ്ത് ഒരു സ്ലറി ആയിട്ട് പുറത്തേക്ക് വരും. ആ സ്ലറി നമ്മൾക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. നേരിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെടിയൊക്കെ കരിഞ്ഞു പോകും. ഇത് റിലേറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. മാം, ഡു യു നോ കാർ ഡ്രൈവിംഗ്? ഹാവ് യു എവർ ഡ്രിവൻ കാർ barefoot? What do you prefer, barefoot or footwear? Please reply. Can you try car driving vlog? So I drive wearing my footwear. Barefoot ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ബാർഫൂട്ടിൽ ഓടിക്കുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതെന്താ സംഭവം എന്നറിയോ? ആദ്യം ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കണ സമയത്ത് നമുക്ക് ഈ ചെരുപ്പിട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ നേരത്ത് ചെറിയൊരു പേടിയുണ്ട്, എന്തെങ്കിലും തെന്നിപ്പോവോ, അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഷൂസ് ഇട്ടിട്ട് കുറെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓഫീസിൽ ഷൂസ് ഇട്ടിട്ട് തിരിച്ചു പോരാൻ നേരത്ത് കാല് വേദന എടുത്തിട്ട് അത് ഊരിക്കളയും. എന്നിട്ട് ബെയർ ഫൂട്ടിൽ ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ഓരോ ആൾക്കാരെ കംഫർട്ട് അനുസരിച്ച്. അങ്ങനെ ഓടിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കാം. എനിക്ക് ഹീൽസ് ഇട്ടിട്ട് കോൺഫിഡൻസ് ഇല്ല ഡ്രൈവ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളോട് ആരും ഒന്നും ചോദിക്കൊന്നുമില്ല, നീ എന്താ ഷൂസ് ഊരിട്ടിട്ട് കാർ ഓടിച്ചിട്ട്. നമ്മുടെ കാറിന്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം. ഓടിക്കാൻ എങ്ങനെയാണ് whichever is comfortable for you. എനിക്ക് ഹീൽസ് വെച്ചിട്ട് എനിക്ക് പറ്റില്ല. ഹീൽസ് വെച്ചിട്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ഈശ്വര, ക്ലച്ച് ഏതാണ്, അല്ല ബ്രേക്ക് ഏതാണ്, ആക്സിലറേറ്റർ ഏതാണ്, ചിലപ്പോൾ സ്റ്റക്കാവുന്നൊക്കെ പേടിയുണ്ടാവും ചില ആൾക്കാർക്ക്. അതാണ് ഹീൽസ് ഇടുന്ന ദിവസം ഞാൻ ഫ്ലാറ്റ്സ് കൂടി മീൻസ് ഫ്ലാറ്റ്സ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഊരി വെച്ചിട്ട് ഹീൽസ് ഇടും. ടോട്ടൽ സെൻസ് ആൻഡ് സ്ക്വയർ ഫീറ്റ് പ്ലീസ് പറഞ്ഞു. Hi, can you please share more details about the home and the plan details with us? We are delighted to see the house. If you don't mind, please share more details.
മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഡീറ്റെയിൽസ് എന്താ? പ്ലാൻ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഡ്രോയിങ്സ് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഷെയർ ചെയ്യാം. ഫ്ലോർ ടൈൽ നെയിം എന്താ? കിച്ചന്റെയും ഫ്ലോർ ടൈൽ നമ്മൾ വിസിറ്റിംഗ് റൂമിൽ ഇട്ടിരിക്കുന്ന ബ്ലൂ ടൈല് സ്പാനിഷ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈലാണ്. പക്ഷെ ഇതിന് മുന്നേ ഇവിടെ ഇടാൻ ഉദ്ദേശിച്ചത് വേറൊരു കളറായിരുന്നു അല്ലെ? ഓറഞ്ച് അല്ല, ഒരു ഇഷ്ടികപ്പൊടി ബ്രിക്ക് കളറിന്റെ ടൈലാണ് ആർക്കിടെക്ട് സജസ്റ്റ് ചെയ്തത്. നമ്മൾ അത് നോക്കിയിട്ടാണ് പോയി ചെന്നിട്ട് ഇത് രണ്ടും കണ്ടു, ഈ ബ്ലൂവും കണ്ടു, ഈ അവര് പറഞ്ഞ കളറും കണ്ടു. പക്ഷെ ബ്ലൂ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ അതാണ് ഗൈസ്. അത് ചെന്നപ്പോ തന്നെ അയ്യോ ഈ ടൈല് വിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സെറ്റപ്പ് എന്ന് വിചാരിച്ചിട്ട് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ്. അപ്പൊ അവർക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഓക്കെ ആണോ എന്നായിരുന്നു അവരുടെ ഡൗട്ട്. ഇടണോണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ബ്ലൂ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ബ്ലൂ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ലിവിംഗ് ഡൈനിങ്ങിൽ ആ ടൈലായിട്ട് മാച്ചിങ് ആവും ബ്ലൂ. വൈറ്റ് അവിടെ ആണെങ്കിലും ബ്ലൂ മാച്ചിങ് ആവും. അപ്പൊ ഇത് സ്പാനിഷ് സീരീസ് ആണ്. പിന്നെ ഹാളില് ലിവിംഗ് ഡൈനിങ്ങിൽ ഇട്ടേക്കുന്നത് നമ്മളുടെ സിംപോളോന്റെ ടൈലാണ്. ഓൾറെഡി പറഞ്ഞു, കാർവിംഗ് സീരീസിൽ വരുന്ന ടൈലാണ്. കിച്ചണിൽ ഇട്ടിരിക്കുന്നത് കിച്ചൺ സൊമാനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. മൊറോക്കൻ സീരീസ് ആണ് അതിന്റെ. സൊമാനിയുടെ മൊറോക്കൻ സീരീസ്. ജോൺസൺ അല്ല, ജോൺസൺ നമ്മൾ നോക്കിയതാണ്. പോയി നോക്കിയായിരുന്നു പോയിട്ട്. സൊമാനിയുടെ മൊറോക്കൻ സീരീസ് ആണ്. ഗ്രേ ആണ്, മൊറോക്കൻ ഗ്രേ. Very beautiful dream house. Main issue is safety and security as there is no grills for windows and doors. നമ്മൾക്ക് വിൻഡോസിന് ഗ്രില്ലൊക്കെ ഉണ്ട്. വിൻഡോസിനൊക്കെ ഗ്രിൽ ഇട്ടിട്ടുണ്ട്. ഡോഴ്സ് അല്ല, ഗ്ലാസ് ഡോഴ്സിനാണ് ഗ്രില്ലില്ലാത്തത്. പക്ഷെ അതിന് ഗ്രില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെക്കുന്നതിലൊരു നമ്മളത് ഓൾറെഡി പറഞ്ഞല്ലോ, അത് നമ്മളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അത് വെച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ആഗ്രഹമുള്ളവരൊക്കെ വയ്ക്കാം, അല്ലാത്തൊരു കമ്പിയില്ല. ഫ്ലോർ ടൈൽ ഏതാണ് ഓൾറെഡി പറഞ്ഞു. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. ബോത്ത് ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. Thank you so much. Your house is amazing. The design is so beautiful and everything feels so well thought out. I love how you have created this airy, detached visiting area, and the little spaces for ironing, laundry, and drying clothes really help keep things organized and less messy. The courtyard, the island kitchen, the warm color tones, the arch windows, and overall elevation add so much character to the place. Honestly, it's one of the most well-planned and gorgeous homes I've ever seen. Thank you so much. First of all, എന്താ പറയാ, ഇത്ര ഒരു വലിയ കമന്റ് ഇടാനായിട്ട് അത്രയും ടൈം നമുക്ക് വേണ്ടി തന്നതിന് ബിഗ് താങ്ക് യു ടു യു. സോ മെനി ഹാവ് കമന്റഡ് നൈസ്. ഇതിൽ കമന്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ടൈം വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഒരു എഫേർട്ട് എടുക്കണം. അത് നമ്മളുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. അതിനെല്ലാം താങ്ക് യു സോ മച്ച്. ആൻഡ് വെൽ ഓർഗനൈസ്ഡ്, ലെസ് മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കുറെ ഹോം ടൂർ കണ്ടിട്ടാണ്. ഒരുപാട് വീടുകൾ ഞങ്ങൾ കണ്ടിട്ട് ഇത് വേണം എന്തായാലും, തുണി വിരിക്കാൻ എന്തായാലും നമ്മൾ സ്ഥലം വേണമല്ലോ, അത് വേണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മള് ഈ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് യൂട്യൂബില് വീടുകളുടെ ഇങ്ങനെ ഹോം ടൂർസ് കാണുന്ന പരിപാടി, ഹോം ടൂർ കാണാറുണ്ട് എല്ലാരും കൂടി ഇരുന്ന് വീട്. അങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ആർക്കിടെക്റ്റിന് നമ്മളുടെ ഇതിലേക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ കിച്ചണിൽ കുറെ കബേർഡ്സ് വേണമെന്ന് പറഞ്ഞതും ബെഡ്റൂമിലും ലോഫ്റ്റ് സ്പേസ് വേണമെന്ന് പറഞ്ഞതും ഇപ്പൊ സാധനങ്ങളൊക്കെ എല്ലാം വെക്കാനൊക്കെ ആയിട്ട് സ്ഥലം വേണമല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഐഡിയാസ് ഒക്കെ നമ്മൾക്ക് ഒരുപാട് വീഡിയോ റെഫറൻസ് എടുത്തിട്ടാട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മള് എഴുതി ശരിയാ നോട്ട് ചെയ്ത് അപ്പൊ അതിനനുസരിച്ചിട്ട് അവര് നമ്മൾ പ്ലാൻ എല്ലാം ആർക്കിടെക്റ്റിന് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ആർക്കിടെക്ട്. അപ്പോ ഇത്രയും കോസ്റ്റ് ആയെന്ന് വീട്ടിൽ പറഞ്ഞ സമയത്ത് വീട്ടുകാരൊക്കെ പറഞ്ഞു, അയ്യോ ഇത് ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാറുന്നല്ലോ. എന്റെ ഡാഡി പറയും, ഞാൻ 2000 രൂപയ്ക്കാണ് പ്ലാൻ വരച്ചത്.
അതെ. ഞാൻ 2000 രൂപക്കാണ് ഞാൻ എന്റെ വീടിന്റെ പ്ലാൻ വരച്ചത്. അതെ അതെ. പിന്നെ എന്റെ ഫാദറിനാണെങ്കിൽ വീട് പണിത് വെക്കുന്ന പരിപാടിയാണ്. അപ്പോ ആള് ഇത്രയും ഒന്നും റേറ്റ് കൊടുത്തിട്ട് ഒരു ആർക്കിടെക്റ്റിനും വരച്ചിട്ടില്ല. അത് ചെറിയ എന്തെങ്കിലും 10,000 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിന്റെ ചാർജസ് തന്നെ. അപ്പൊ ഞാൻ ഇത്ര എമൗണ്ട് കൊടുത്തെന്ന് പറയുമ്പോ അവർക്കും എമൗണ്ട് കുറച്ചാണ് പറഞ്ഞത്. അതെ, ഞങ്ങള് ശരിക്കും അവരെന്തായാലും സമ്മതിക്കില്ല. എന്താ പറയാ, ആർക്കിടെക്റ്റിന് ഇത്രയും പൈസ കൊടുത്തിട്ട് വീട് വരയ്ക്കണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തായാലും എന്താ പറയാ ചോദിക്കുള്ളൂ. എൽഡേഴ്സ് അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. അത് കാരണം നമ്മള് എന്താ പറയാ, നമ്മൾക്കാണെങ്കിൽ വരയ്ക്കാൻ വേണം, പ്ലാനിങ് നമ്മൾക്കാണെങ്കിൽ ഇവരെ ഡ്രോയിങ്സ് ഇഷ്ടപ്പെടുകയും ചെയ്ത് പിന്നെ ഇനി മാറ്റാനും പറ്റൂല. ഡ്രോയിങ്ങിന് മുന്നേ ആക്ച്വലി നമ്മൾക്ക് നല്ല പ്ലോട്ടാണ് കിട്ടിയത്. അപ്പൊ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ഒരു നല്ല വീട് വെക്കണം എന്നായിരുന്നു നമ്മളുടെ ആഗ്രഹം. അപ്പൊ നമ്മളുടെ ഐഡിയ കൊണ്ട് വരച്ചാലൊന്നും ഇത്ര ഭംഗിയാവില്ല. ആർക്കിടെക്റ്റിന്റെ കൂടെ തന്നെ കൊടുക്കണം. അതെന്തായാലും ഞങ്ങൾക്ക് ആർക്കിടെക്റ്റിന്റെ ആ ഒരു സ്പെൻഡ് ചെയ്തത് ഫൈനലി പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്ത് വന്നപ്പോ അത് അവര് പറയുകയും ചെയ്യും, എന്താ ഇത്രയും കൊടുത്തോന്ന് ചോദിച്ചവര് തന്നെ പറഞ്ഞു നന്നായി കൊടുത്തത്. അതെ, അവരെ കൊണ്ട് ചെയ്യിച്ചത് നന്നായി എന്നാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് എന്താ പറയാ ഏറ്റവും നന്നായിട്ട് തന്നെ വന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, കിച്ചൺ കബേർഡ് മെറ്റീരിയൽ ഏതാണ്? കിച്ചൺ കബേർഡ് നമ്മൾ ചെയ്തേക്കുന്നത് മറൈൻ പ്ലൈവുഡ് ആണ്. അതില് 710 WB മറൈൻ പ്ലൈവുഡ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മള് അതിൽ തന്നെ കട്ടിംഗ് എഡ്ജസ്, പിന്നെ കിച്ചൺ ബേസ് യൂണിറ്റ് PVC ആണ് ചെയ്തേക്കണേ. പിന്നെ ചാർക്കോൾ പാനൽ. ഔട്ട് ഫുള്ള് കാർ പോർച്ച് കൊണ്ടുപോയി. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഒരു സിറ്റ് ഔട്ട് സ്ഥലമുണ്ട് ഇവിടെ. ഒരു ചെയർ ഇട്ടിട്ട് ഇരിക്കാനും പിന്നെ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റിയ ചെയറിലിരിക്കാനല്ലാതെ നമുക്ക് താഴെ ഇരിക്കാനും സ്ഥലമുണ്ട്. പിന്നെ കാർ പോർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 കാർ ഇടാനുള്ള സ്പേസ് എങ്കിലും അതെ വേണല്ലോ. നമ്മള് പറഞ്ഞതല്ലല്ലോ റിക്വയർമെന്റ്. ആർക്കിടെക്ട് തന്നെ ഡിസൈൻ ചെയ്തപ്പോ 2 കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് വെച്ചിട്ടാണ് അവര് വരച്ചത്. 2 കാറും ഇടാം, വേണമെങ്കിൽ ബൈക്കും വെക്കാം, സൈക്കിൾ അങ്ങനെ എന്തെങ്കിലും വെക്കാം, സ്ഥലമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, can you please share your kitchen size? കിച്ചന്റെ സൈസ് വരുന്നത് സെന്റിമീറ്ററിലാണ്, 350 × 450. ബ്യൂട്ടിഫുൾ, കീപ് ഡൂയിങ് യൂട്യൂബ് വ്ലോഗ്സ് ഡിയർ. നന്നായിട്ടുണ്ട്, ബോത്ത് ഓഫ് യു ഡിഡ് ഇറ്റ് വെൽ. താങ്ക് യു. ഞങ്ങൾ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. Can you please share the tile and paint code used in your home? ടൈൽസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പെയിന്റ് കോഡ് ഉണ്ട്. പെയിന്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി പെയിന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ പെയിന്റിന്റെ ഡ്രോയിങ് തന്നപ്പോ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ ജോലിക്കാരൻ വരെ ഞെട്ടിപ്പോയി. ആർക്കിടെക്റ്റിനെ വെക്കുന്നതുകൊണ്ട് എന്താ അറിയോ, എന്താ ഈ പണിക്കാര് വരെ ഇങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങളെന്ന് ചിന്തിച്ചു പോവും. അതുപോലെയാണ് അവരുടെ ഡിസ്ക്രിപ്ഷനൊക്കെ. എന്നുവെച്ചാൽ അവര് എന്താ പറയാ ഇത് പഠിച്ച് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് വരുന്നവരാണോ. അപ്പൊ ഇങ്ങനെ പണിക്ക് വരുന്നവരെന്ന് പറഞ്ഞാൽ അത്ര ഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അവര് എന്താ പറയാ വരുന്നു പെയിന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടെ വന്നവര് ആർക്കിടെക്ട് ചെയ്ത വീട് ചെയ്തിട്ടുണ്ടോ ഇവിടെ വന്നവര്? കുറവാണ്. അതെന്താന്ന് വെച്ചാൽ ആർക്കിടെക്ടിന്റെ കൂടെ ചെയ്യുമ്പോ അവര് പറയുന്ന അതേ കാര്യങ്ങളിലൂടെ പോണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. അടിയുടെ വക്കത്ത് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ സോനു എങ്ങനെയൊക്കെയോ 2 കൂട്ടത്തിൽ മാനേജ് ചെയ്ത് പോയി. പിന്നെ ഈ വീട് പണിയുടെ സമയത്ത് ടെൻഷൻ ആയിരിക്കും. അതാണ് കോൺട്രാക്ടറും ആർക്കിടെക്റ്റിന്റെ ഇടയിൽ നിന്ന് നമ്മളാണ് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, അവസാനം എല്ലാം നമുക്കൊരു നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിട്ടാണെന്ന് ആലോചിക്കുമ്പോ പിന്നെ അതൊക്കെ നമ്മൾ മറക്കും. അതാ ടെൻഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവര് ഒരെണ്ണം പറയും, പക്ഷെ ഇവര് ചെയ്തു വരുമ്പോ വേറെ പോലെ ആയി പോകും. പിന്നെ ഇതിങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലേ പറഞ്ഞത്, പിന്നെ അവിടെ നിന്ന് അത് മാറ്റി ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നുള്ളൂ. എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല. ഫാദർ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരുന്നു.
ഞാൻ രാവിലെ ഇവിടെ വന്ന് നോക്കിയിട്ട് എന്താ പറയാ, പപ്പക്ക് പരിചയമുണ്ട്. പപ്പ ചെയ്യണത് എന്താ പറയാ ഈ വർക്കാണ്. അത് കാരണം പണിക്കാരെ ഡീൽ ചെയ്യണതെല്ലാം പപ്പയ്ക്ക് പരിചയം ഉണ്ട്. അത് കാരണം അങ്ങനത്തെ രീതിയിലും ഈസി ആയിരുന്നു. അതെ, പിന്നെ സാധനങ്ങൾ കൊണ്ടുവരലും ഇപ്പോ വീടിന്റെ സ്ട്രക്ചർ തീരണവരെ സത്യത്തിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം പപ്പ കോർഡിനേഷൻ നോക്കി പരിപാടികളൊക്കെ. എല്ലാം പപ്പയാണ് കാരണം ഇവിടെ ചെയ്തത്. ഒരാള് വേണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളില്ലെങ്കിൽ. ഓരോ സാധനങ്ങൾ വരാൻ നേരത്തെ ഇറക്കി വെക്കാനും പണിക്കാർ വരുമ്പോ ആ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഒരാള് വേണം. ഒരു സൈറ്റ് എഞ്ചിനീയറിന്റെ പോലെ തന്നെ ഒരാള് പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. സൂപ്പർവൈസർ വെക്കണത് വളരെ നല്ലതാണ്. കാരണം എന്താ പറയാ, നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കായിരിക്കുമല്ലോ കൂടുതൽ നോക്കേണ്ട ഒരു ഇത്. പണിക്കാർ എന്ത് സംഭവിച്ചാലും അവസാനം എൻഡ് ഓഫ് ദി ഡേ നമുക്കാണല്ലോ അത് സംഭവിക്കുന്നത്. ഇവിടെ 2-3 സ്ഥലത്ത് ടൈലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പണിക്കാരെ എല്ലാവരും നല്ല ആൾക്കാരാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോ അവരുടെ മൂഡ് മോശമായിരിക്കും. മൂഡിന്റെ അല്ല, ചിലപ്പോ കെയർലെസ് ആയിട്ട് ചെയ്യുമ്പോ അത്ര വലിയ ഇരുമ്പിന്റെ സാധനം വന്നിട്ട് ടൈലില് വീണു. ഞങ്ങള് നോക്കി നിൽക്കുമ്പോ തന്നെ അങ്ങനെ സംഭവിച്ചു. ടൈല് പൊട്ടി. എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത അവസ്ഥയിൽ എന്തെങ്കിലും ആവട്ടെ. പിന്നെ വലിയ രീതിയിലൊന്നും പൊട്ടിയില്ല, ചെറുതായിട്ട് പൊട്ടിയുള്ളൂ ഭാഗ്യത്തിന്. അത് പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാതിരിക്കില്ല, ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ച് നന്ദി പറയാം. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇന്റീരിയർ ആൻഡ് ഹൗസ് കൺസ്ട്രക്ഷൻ. ടോട്ടൽ കോസ്റ്റ് വരുമ്പോ ഇന്റീരിയറിന്റെ വരുമ്പോ ഒരു 13 lakhs അടുത്താണ് വന്നത്. ഇന്റീരിയർ മാത്രം 13 lakhs. അത് പക്ഷെ അതിലും കൂടുതലായിരുന്നു. അതിലും കൂടുതൽ വന്നേനെ. പക്ഷെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആർക്കിടെക്ട് പറഞ്ഞതിന് നമ്മുടെ ബജറ്റ് അറിയാലോ, ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഫോൾ സീലിംഗും ഫോൾ സീലിംഗ് ശരിക്കും ഞാൻ എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഞാൻ ഫോൾ സീലിംഗ് വേണ്ടാന്ന് പറഞ്ഞതാണ്. എന്താ വെച്ചാൽ എന്റെ വീട്ടില് ഫോൾ സീലിംഗ് വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പല്ലിയൊക്കെ കേറിയിരിക്കുന്ന പൊടി വരും, ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അവര് പറഞ്ഞു ഫോൾ സീലിംഗ് വെച്ച് ചെയ്യണ കാര്യമാണ് അവര് പറഞ്ഞത്. അപ്പൊ നമ്മള് കൊറേ ഫോൾ സീലിംഗ് വേണ്ടെന്ന് വെച്ചു. ബെഡ്റൂംസിലെല്ലാം കാര്യം വന്നപ്പോ എന്തായാലും വേണ്ടെന്ന് വെച്ചു. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ റൂമിലും ആർക്കിടെക്ട് സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ഭംഗിയായിട്ട് അവര് ചെയ്തത്. അതൊക്കെ നല്ല കോസ്റ്റ് വരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് ആ ഒരു റൂമിൽ മാത്രം സ്റ്റഡി ടേബിൾ ആക്കിയിട്ട് ബാക്കി മാസ്റ്റർ ബെഡ്റൂമിലും മുകളിലൊക്കെ സ്റ്റഡി യൂണിറ്റ് പോലെ വരുമായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ആകെ ഒരു ബെഡ്റൂം വൈസ് ഉപയോഗിക്കുന്ന ബെഡ്റൂമിൽ നമ്മൾ സ്റ്റഡി സ്പേസ് വെച്ച് മുകളിലത്തെ റൂമില് വെച്ചില്ല, മുകളിലത്തെ റൂമിലില്ല. അപ്പൊ അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളുടെ ബഡ്ജറ്റിന്റെ ഉള്ളിലേക്ക് 13 lakhs അത് ഞങ്ങൾ കൊണ്ടുവന്നു. ആൻഡ് ഹൗസ് കൺസ്ട്രക്ഷന് മൊത്തം എത്രയായിരുന്നു? ഹൗസ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിങ് ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചേർത്തിട്ട് ഒരു 1.3 CR പ്ലസ് ആയിട്ടുണ്ട്. ഒരു 1.35 ഞങ്ങള് കാൽക്കുലേറ്റ് ചെയ്തത് 1.3 വരെ. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ചിലവ് എക്സ്പെൻസ് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ആഡ് ചെയ്തില്ല. കാരണം അത്ര എത്തിയപ്പോ തന്നെ സന്തോഷമായി. പിന്നെ ആഡ് ചെയ്യാന്നില്ല, ഇനി അറ്റാക്ക് വരും കൂടിയിട്ടുണ്ട്. അത് കാരണം ആഡ് ചെയ്തില്ല. ഒരു 90 lakhs മാക്സിമം പോയൊരു 1 CR തീർക്കണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ അതിപ്പോ നമ്മൾ എത്ര ബഡ്ജറ്റ് ഇട്ടാലും അതിന്റെ എന്താ പറയാ കൂടുതലായിട്ട് വരും എന്ന് അറിയായിരുന്നു. അത് കാരണം കുഴപ്പമില്ല. പക്ഷെ ഇത്രയും വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോ എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ് കാരണം നമ്മൾക്ക് കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കയറാൻ പറ്റി. Such a lovely house, ma'am. Can you please share the costing, price and other details so that I can also make budget for my new house? Costing നമ്മൾ ഓൾറെഡി പറഞ്ഞു. Next question, could you please share the glass handrail contact? അതും ഡോർഫിൻ അല്ലേ? അതെ, ഡോർഫിൻ ആണ് ചെയ്തത്. അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡോർഫിന്റെ ഗൂഗിൾ ചെയ്താൽ അവരുടെ ഓഫീസ് നമ്പർ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം.
കിച്ചൺ നല്ലതുപോലെ കാണിക്കോ, കൗണ്ടർ ടോപ്പ് വിരിച്ചത് കറ പിടിക്കുന്നുണ്ടോ? കറ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഏറ്റവും മെയിൻ ആയിട്ട് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തുടച്ച് കളഞ്ഞോളൂ. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോഴല്ലേ ഗൈസ്, അവിടെ കിടക്കട്ടെ പിന്നെ തുടയ്ക്കാമെന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ നമ്മൾ എത്തും. പക്ഷെ അവിടെ എത്തരുത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും എന്നാ അവിടെ കിടന്നോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. പക്ഷെ ഇതാവുമ്പോ നമ്മൾ എപ്പോഴും കിച്ചൺ നീറ്റാക്കി ഇടാനായിട്ട് നമുക്ക് തോന്നും. ബ്ലാക്ക് ആണെങ്കിലും നമ്മൾ തുടച്ച് തന്നെ ഇടണം. ബ്ലാക്കില് സ്റ്റെയിൻ ഒന്നും വരില്ല. സ്റ്റെയിൻ വരത്തില്ല. ഇതാവുമ്പോ സ്റ്റെയിൻ വരുന്നുള്ള പേടി കൊണ്ട് നമ്മൾ വേഗം അപ്പൊ തന്നെ തുടങ്ങും, ക്ലീൻ ചെയ്യും. കിച്ചൺ നല്ലതുപോലെ കാണിക്കോ, അത് നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷെൽഫ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. കറ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കറ പിടിക്കാത്ത ടൈപ്പ് ടൈലാണല്ലോ ചൂസ് ചെയ്യുന്നത്. അതെ, പക്ഷേ മഞ്ഞപ്പൊടി പിടിക്കും. മഞ്ഞപ്പൊടി പിടിക്കും. പക്ഷെ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പഠിച്ചേക്കുന്നത് കാരണം കറ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. കറ നിൽക്കുന്നത് കണ്ട് എനിക്കൊരു എന്താ പറയാ ഭയങ്കര എങ്ങനെയെങ്കിലും കളഞ്ഞിരിക്കും. പക്ഷെ അത് കളഞ്ഞാലും അത് പോകുന്നുണ്ട് കേട്ടോ. ചില ടൈൽസിലൊക്കെ പോകത്തില്ല. എൻ്റെ വീട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന വൈറ്റ് ടൈൽസ് കറ വീണിട്ടുണ്ടെങ്കിൽ അനങ്ങില്ല. പക്ഷെ ഞാൻ ഇതില് കുറച്ച് എഫേർട്ട് ഇട്ടാല് കറ നിൽക്കൂല. പെയിന്റ് ഏതാണ് യൂസ് ആക്കിയത്? പെയിന്റ് നമ്മള് ഇവിടെ ഏഷ്യൻ പെയിന്റ്സ് ആണ് എല്ലാം ചെയ്തേക്കുന്നത്. അതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും രണ്ട് മോഡലാണ് വരുന്നത്. ഏഷ്യൻ പെയിന്റ്സിന്റെ തന്നെ ഏറ്റവും കൂടിയ പെയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. ആർക്കിടെക്ട് ആണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു വീട് പണിയാൻ നേരത്തെ ഒരു ആർക്കിടെക്റ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ A to Z അവരെല്ലാം നോക്കിക്കോളും. അതെ, പൈസയും പൊട്ടും എന്നുള്ളത്. പിന്നെ അവര് ഭംഗി കൂട്ടാനായിട്ട് അവരൊത്തിരി കാര്യങ്ങള് ട്രൈ ചെയ്യും. പക്ഷെ അത് ചെയ്യുമ്പോ നല്ലതാണ്, ഭംഗി ഉണ്ടാവും. പക്ഷെ നമ്മുടെ പോക്കറ്റ് ഭംഗിയായിട്ട് കാലിയാവും. aesthetic house please give details like square feet and cost. നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കർട്ടൻസ് വാങ്ങിയത് എവിടെ നിന്നാണ്? കർട്ടൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറെ നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേജിൽ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചത്. ഡെക്കോ ഡയറി എന്നാണ് പേജിന്റെ പേര്. ഹായ് സൂപ്പർ ഹൗസ്, ഞങ്ങളും വീട് പണിയുകയാണ്. നിങ്ങളുടെ ഫ്ലോറിംഗ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ടൈൽ ബ്രാൻഡ്, സൈസ് ആൻഡ് സ്പേസർ ഓൾസോ. ടൈലിന്റെ ബ്രാൻഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സിംപോളോ ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിംപോളോന്റെ ലിവിംഗ് ഡൈനിങ്ങിലും മോണോമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. പിന്നെ പിന്നെ നമുക്ക് കിച്ചണിൽ ഇട്ടേക്കുന്നത് സാഗ വൈറ്റ്, പിന്നെ സൊമാനിയുടെ സാഗ വൈറ്റ് കൗണ്ടർ ടോപ്പ്, ഫ്ലോർ ടൈൽസ് സൊമാനിയുടെ ഗ്രേ അല്ലേ? സൊമാനിയുടെ മൊറോക്കൻ ഗ്രേ. പിന്നെ ആകെ വ്യത്യാസം ഇവിടെ വിസിറ്റിംഗ് റൂമിൽ ഒരു സ്പാനിഷ് സീരീസ് സ്റ്റൈൽ, ബ്രാൻഡ് ഒന്നും അറിയില്ല. സ്പാനിഷ് സ്റ്റൈൽ നമ്മള് സുരഭിന്ന് എടുത്തതാണ്, അങ്കമാലിയിലുള്ള. അപ്പോൾ വീട് പണിയാൻ പ്ലാനുള്ള ആൾക്കാർ, പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആലോചിക്കുക. ടൈലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈല് വേണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 to 4 വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ നമുക്കിപ്പോ ടൈൽ പണിക്കാരെല്ലാം റെഡി ആക്കിയിട്ട് ഒരു ദിവസം പോയിട്ട് ടൈൽ എടുത്തിട്ട് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇങ്ങനെ 1 month എങ്കിലും മിനിമം ഇത് എല്ലാം പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് എത്താൻ സമയമെടുക്കും. സോ അതായിരുന്നു നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും എന്താ പറയുക, ഇത് അല്ലാണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന വീഡിയോസിൽ ചോദിക്കാം, പറയാം. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് എവരി വൺ, ലൈക്ക് ചെയ്തതിനും കണ്ടതിനും കമൻറ്റ് ചെയ്തതിനും ഒക്കെ താങ്ക് യു. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.